ഹായ് 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 കാണാനില്ലല്ലോ ആശാനെ. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് അറിയാൻ കഷ്ടമാക്കി ആരേക്കും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ്. ആ രണ്ട് ചെറിയ കുട്ടികളെ ആരുടെയാ? അതെ, കാര്യമില്ല, അല്ല അറിയാത്തവരാണ്. രണ്ട് ചെറിയ കുട്ടികള് കുണുക്കനും കുണിക്കുകയാണെങ്കിൽ ആ മുടി വളർത്തിയ മോന് ഇന്റെ മോനാട്ടാ. മുടി പറയുള്ളത് മോളും ചെറിയൊരു മോളുള്ളത് ഇന്റെ മോനാട്ടാ. പിന്നെ ചെറിയൊരു പേരക്കുട്ടി ഉണ്ട്, അത് ഷെവിഡിയും പൊന്നൂറ്റാ. അത് ഞങ്ങളുടെ പേരക്കുട്ടിയാ. 4 മക്കളാണ്. അതായത് പൊന്നു, കുഞ്ഞൻ, കുടുക്കൻ, കുടുക്കി. പിന്നെ മറ്റത് ഇപ്പോഴും ഞങ്ങളോട് കമന്റിലൂടെ എന്റെ ഒരു ചോദ്യമാണ്, ആ രണ്ട് കുട്ടികൾ ആരുടെയാണ്? ആ വലിയ മോള് ചേച്ചിയുടെയാണ്. പിന്നെ ഉള്ള 2 ചെറിയ കുട്ടികൾ ആരുടെ മക്കളാണ്? ആര് മക്കളാണ്? അപ്പൊ അത് ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. ഞങ്ങൾക്ക് 4 മക്കളാണ്, ഞങ്ങളുടെ തന്നെയാണ്. ഇപ്പോഴും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അപ്പൊ ഈ കാര്യത്തിലേക്ക് കേൾക്കാം. ഇപ്പൊ കമന്റുകളോടെ ഒരു ഘോഷയാത്ര. കുഞ്ഞെവിടെ, കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ നിങ്ങൾ വീട്ടിൽ കാണില്ല, അമ്മ കുഞ്ഞിനോടുള്ള പിണക്കം മാറ്റിയില്ലേ, കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത, എന്താ അമ്മ അത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ വിഷമം വെച്ചിങ്ങനെ എന്താ പിണക്കം. അത് വലിയ പിണക്കൊന്നുമല്ല, എല്ലാ വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്കം തന്നെയാണ്. പക്ഷെ പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണങ്ങി കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് വന്നിട്ട് മിണ്ടും. ഒരു 1/4 മണിക്കൂർ കുഞ്ഞാണ്ട് അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലില്ല. അപ്പൊ അങ്ങനെ വന്ന് മിണ്ടണ ഒരു കുഞ്ഞനായിരുന്നു. പക്ഷെ കുഞ്ഞനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കാരിയിരുന്നു, മിണ്ടാൻ കുറച്ച് തരാം. അപ്പൊ ഞാനും മിണ്ടല്ല, ഞാൻ അമ്മയല്ല ഒന്നില്ലെങ്കിൽ 2 പ്രാവശ്യം മിണ്ടി. പണ്ടത്തെ കുഞ്ഞ് ഞങ്ങളുടെ മാത്രം മോളല്ലേ. ഇപ്പൊ സ്റ്റാൻഡ് കൂടിയപ്പോ മക്കളൊക്കെ വലുതായില്ല. അപ്പൊ അതിന്റെ ചില മാറ്റങ്ങളൊക്കെ അവരിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞ് അതിപ്പോ കുറച്ചിടയായിട്ട് പിണങ്ങിനേക്കാൾ മുന്നേ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ ഇങ്ങോട്ട് പോകുമ്പോഴും കുറെ ആൾക്കാർ ഭയങ്കര കുഞ്ഞ് വരാറില്ല ഞങ്ങളുടെ. എന്തിന് എല്ലാ പ്രാവശ്യം എന്റെ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്റെ കൂടെ വരുന്ന ആളാണ് എല്ലാവരും. എന്താ വെച്ചാൽ പിണക്കില്ലാത്ത സമയത്ത്, അത് കുറച്ച് ആളായിട്ട് ഇപ്പൊ കുഞ്ഞ് അങ്ങനെയാണ്. അല്ല ഇപ്പൊ പിണങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ. പിണക്കില്ലാത്തപ്പോഴും കുഞ്ഞിപ്പോ ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുക. എന്താ വെച്ചാൽ രാവിലെ പോയി ഞങ്ങൾ വരുമ്പോൾ രാത്രി ഒരു ചില സമയത്ത് 11 മണി 12 മണി സമയം ഉണ്ടായിരുന്നു, 10 മണി അതിൻ്റെ 7 മണിക്ക് 8 മണിക്ക് അങ്ങനെ വെച്ച് പല. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് തന്നെയാണ് പോവുക. പൊന്നുണ്ടാവും, ഷെബിയുണ്ടാവും, കാർത്തുണ്ടാവും, കുണുക്കുണ്ടാവും, കുണിക്കുണ്ടാവും, കുഞ്ഞുണ്ടാവും, അതിനായിരുന്നു. ഇതിലൊരാൾ പോലും ഇല്ലാണ്ട് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകാൻ. അത് ഹോസ്റ്റലിൽ കാണുന്നവർക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 1-2 തവണ നിങ്ങൾ അവർക്ക് എന്തോ നിങ്ങൾ പത്രം പോയത് പൊന്നും അവരൊക്കെ വർക്കിന് പോയിട്ടോ പിന്നെ എന്തോ ഒഴിച്ചില്ല പോയ സമയത്ത് 1-2 പ്രാവശ്യം അത് ഞങ്ങൾ ഒറ്റ. ബാക്കിയുള്ള എല്ലാ ടൈമും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അവിടെ ഹോസ്റ്റലിൽ എല്ലാ സ്റ്റാഫുകളൊക്കെ ആയാലും ഡോക്ടർമാരൊക്കെ ആയാലും. എൻ്റെ പിള്ളേർ വന്നില്ലേ നോക്കി. എന്താ വെച്ചാൽ അവരെ ഹോസ്റ്റലിൽ കയറ്റി കഴിയുമ്പോഴേക്കും അവർ എല്ലാവരും പിള്ളേരവിടെ ഇരിക്കും, ഞങ്ങളാണ് ഡോക്ടറെ കയറുക. അപ്പൊ അവിടെ കുണുക്കനോടൊക്കെ എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ എന്താ പിള്ളേർ വന്നില്ല, മറ്റൊരൊന്നും വന്നില്ലേ ചോദിക്കുന്നത് അവർക്കറിയാം. എന്നും എല്ലാ പ്രാവശ്യം അവർക്ക് അവിടെ ഇന്റർനാഷണൽ അവിടെ ഇരിക്കും. നല്ല സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവിടെ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഈ ഇടയായിട്ട് പ്രാവശ്യം പോകുമ്പോഴും കൂടെ വന്നൊന്നുമില്ല. വലിയ അമ്മ ആസ്പത്രിയിലേക്ക് അല്ലേ. അതിന് മുന്നേ അതായത് അതിന് മുന്നത്തെ പ്രാവശ്യം എന്നോട് ആസ്പത്രി പോകുമ്പോൾ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണ്, നിങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി ആസ്പത്രി പോകുമ്പോൾ എന്നെ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ ഈ വെള്ളം കൊടുങ്ങല്ലൂർ വഴി പോയി കൊടുങ്ങല്ലൂരിന് ഞാൻ കയറിക്കൊണ്ടേ പോകണേ തലേദിവസം വന്നാൽ ഞാൻ അവിടെ വന്നിരിക്കാന്ന് പറഞ്ഞാണ്. അങ്ങനെ 1-2 പ്രാവശ്യം ഇപ്പൊ ആസ്പത്രി ഇല്ലല്ലോ മൂപ്പര്. അപ്പൊ അങ്ങനെ ഇപ്പൊ കുറച്ചാളായിട്ട് മൂപ്പര് എന്താണ് ഫോൺ വിളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അവരെ ഓരോ ലൈഫ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ ചേഞ്ച് ആവുന്നതായിരിക്കും. അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ അച്ഛനും അമ്മമാരും നമ്മുടെ മക്കൾ നമ്മളുടെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു പൊടിയുണ്ട്. എല്ലായിടത്തുള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പൊ പൊന്നിപ്പോ ഇന്നലെ ഞങ്ങൾ യാത്രയിൽ പൊന്നു പറഞ്ഞല്ലോ, അമ്മ പണ്ട് പറയുമ്പോ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ മനസ്സിലാവണ്ട. എന്താ വെച്ചാൽ ചിലപ്പോ ഞാൻ ഒരു അമ്മ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു അമ്മ ആയപ്പോഴാണ് അമ്മയുടെ കഷ്ടപ്പാട്. ഇന്നിപ്പോൾ വന്ന് പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചിട്ടാ, ഇന്ന് കാർത്തൂർ പ്രസവിച്ചിട്ട് ശേഷം അങ്ങനെ കാർത്തൂരിന് അസുഖങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയൊരു കമ്പനി 1-2 പ്രാവശ്യം ഡോക്ടർ അടിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ.
ഇന്നലെ കാത്തൂര് രാത്രി വിളിച്ച് ഛർദി അത്ര നേരെ എടുക്കണ ഛർദി കാരണം എന്നിത്ര അപ്പോൾ ഉറങ്ങി. അപ്പം ഇത് രാവിലെ ഡോക്ടറെ അടിച്ച് നേരെ ഇങ്ങനെ വന്നിട്ട് അപ്പം എന്നോട് കുളിഞ്ഞോളൂ അമ്മ കുണക്കല് കുണിക്ക് രാത്രി ഛർദിയായിരുന്നു ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെയായിരുന്നു എന്ന് അറിയില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അത് അങ്ങനെയാണ് അമ്മ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ആ ഘട്ടങ്ങളിൽ എത്തുമ്പോൾ മക്കൾ ചിന്തിക്കില്ല. ഇന്നിപ്പോൾ പൊന്നൂന് പറയുമ്പോൾ ഞാൻ ഉണ്ട് കേൾക്കാൻ, നാളെ ഇത് കേൾക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞില്ലേ. അപ്പം നമുക്ക് ഇരുന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അമ്മ എന്താണ്, അച്ഛൻ എന്താണ്, അവരെ കഷ്ടപ്പാട്. ഒരിക്കലും ഒരു മക്കൾ തന്നെ വളർന്നു വരുന്നില്ല. അവർക്ക് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നവരാണ് മാതാപിതാക്കൾ. ഒരുപാട് അവരെ നല്ല ജീവിതവും നല്ല ഉറക്കങ്ങളും സുഖങ്ങളും എല്ലാതും ഉപേക്ഷിക്കുന്ന ഒരാളാണ് അച്ഛനായാലും അമ്മയായാലും. അത് ഇപ്പോഴത്തെ മക്കളെന്നല്ല, എല്ലാ കാലഘട്ടത്തിലും മക്കളോട് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളേക്ക് ഒന്നും തീരെ മനസ്സിലായി. ഇപ്പോൾ സത്യമാണ് കൊടുക്കുകയും ഓരോ വയസ്സ് കൂടുതൽ ഞങ്ങൾക്ക് ടെൻഷനാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ 2 കുഞ്ഞു മക്കളുണ്ടായാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം അച്ഛനും അമ്മേനും ഞാനും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എന്നോട് വന്നു നമുക്ക് മക്കൾ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതാണ് കാരണം നമുക്ക് ദൈവം തന്നത് കൊടുക്കുക. പൊന്നു കല്യാണം പോയി, കുഞ്ഞു കല്യാണം പോയി, പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ 2 ഒറ്റയ്ക്കാണ്. ആ കാലഘട്ടം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ദൈവം വീണ്ടും 2 കുഞ്ഞു മക്കളെ തന്നത്. അത് ചെറിയൊരു മക്കളുടെ കാര്യത്തിൽ എന്താ വെച്ചെങ്കിൽ 14കാരൻ കത്തിയെടുത്ത് കുത്തി, 15കാരൻ അവിടെ ഒന്ന് അല്ല 16കാരി അവിടെ ഒന്ന് പ്രസവിച്ചു. എല്ലാ വീട്ടിലുള്ള കാര്യം നമ്മുടെ വീട്ടിലുണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് പേടി. അല്ലാണ്ട് ആ വീട്ടിലുണ്ടായത് നമ്മുടെ വീട്ടിലുണ്ടാകുന്നല്ല. അതുകൊണ്ടാണ് പേടി. നമ്മുടെ മക്കൾ വലുതായി വരുന്നത് എങ്ങനെയായിരിക്കും. നമുക്ക് ഒരിക്കലും അവരെ പിന്തുടർന്ന് അച്ഛൻ്റെ അമ്മയുടെ കഴിവില്ലായ്മ അതൊന്നും പറയുന്നത് ഞാൻ ഓരോ സിനിമയിൽ കിട്ടണ കേസുകളാണ് തോന്നുന്നത്. ആ സിനിമ കണ്ടിട്ട് മക്കൾ നന്നാവൂലേ. അതുകൊണ്ട് അപ്പൊ നമ്മള് സ്വയം ചിന്തിച്ചാ മതി എങ്ങനെ നമ്മളാവണം. +1 പഠിക്കണ മാഷോട് ധിക്കരിച്ചു അതൊക്കെ കാണുമ്പോ സത്യം. ഇപ്പൊ അല്ല അത് ആദ്യത്തെ കാലത്ത് ഉണ്ടാവും, പറഞ്ഞിട്ടല്ല അന്നൊന്നും ഇപ്പൊ ഇതേമാതിരി വീഡിയോ സത്യം പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയ ഉള്ള കാര്യം പറയല്ല. പറഞ്ഞ ഞങ്ങള് ഗുരുവായൂർ കഴിയുമ്പോ അവിടെ പോരായപ്പോ എനിക്ക് പേടിച്ചിട്ട് ശരിക്കും ഞങ്ങൾക്ക് അതുകൊണ്ട് കടന്നു. ഞാൻ വേണ്ട അപ്പൊ ഈ വഴിക്കൂടെ പോയിട്ട് എങ്ങനെ ലൊക്കേഷട്ട് എത്താം. ആനയാണ് പേടി. ഇപ്പൊ നാളെ ആന ഒരാളെ എടുത്ത് കൊടയിലും കൊല്ലണം കാണുമ്പോ ഇപ്പൊ പേടി ആനേനെ കാണുന്നത്. ഓൾറെഡി പേടിയാണ്, ഇപ്പൊ കൂടുതൽ പേടി. ഇപ്പൊ നമ്മൾ വഴിയിലൊക്കെ നമ്മൾ കാറിലാണ്, നമുക്ക് ഒന്നും ചെയ്യില്ല. ആനകൾ മതിച്ചു വന്നാൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഇറങ്ങി ഓടാം. പനിയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് വെച്ച് 2 സൈഡിൽ നിന്ന് ഡോർ തുറന്ന് ഇറങ്ങി ഓടാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഓടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കൾ നമ്മുടെ വണ്ടിയിലുണ്ട്, അവരെ രക്ഷിക്കാണ്ട് നമുക്ക് ഓടാൻ പറ്റില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മൾ വഴിക്ക് സത്യം പറഞ്ഞാൽ ഈ ആനേനെ റോട്ടിൽ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണമെങ്കിൽ യാതൊരു താല്പര്യമില്ല. ഞാൻ എഴുന്നള്ളിക്കാൻ പോരാ, പറമ്പിൽ എഴുന്നള്ളിച്ചോട്ടെ കുഴപ്പമില്ല. പക്ഷേ ഈ റോട്ടിലൊക്കെ ഇങ്ങനെ ആനേനെ എഴുന്നള്ളിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് എന്ന് വെച്ചാൽ ജനങ്ങൾ കൂടുതലാണ്, കാറുകളിൽ ഒന്നും അറിയാത്ത മക്കളും ആൾക്കാരും വേണം എന്തെങ്കിലും ഉണ്ട്. പക്ഷെ പേടിയേറി, സത്യം പറയുന്നത് പേടിയാണ്. അങ്ങനെ ഞാൻ ഒരു സൈഡ് വഴി കൂടെ പോയപ്പോൾ ഒരു ടേണിങ്ങിൽ 2 വണ്ടി കൂടി വന്നു, ഒരു ഓട്ടോറിക്ഷയും കാർ. പക്ഷെ ഞങ്ങൾക്ക് പിന്നിലേക്ക് കയറില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനായിട്ട് പിന്നിലേക്ക് എടുക്കും. അല്ലാണ്ട് വാശിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലാനായിട്ട് അങ്ങനെ ചെറിയൊരു പോലും നീ എടുക്കട്ടെ അല്ലെങ്കിൽ അവനെന്തെടുത്ത അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. പഞ്ഞാണ്ട് അതിന് ഷേപ്പ് വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ അങ്ങനെയല്ല. ഇവർ 2 ആൾ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു പരമാവധി ഒന്നും. ഇതിപ്പോ നമ്മുടെ കാറ് എവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരു കാറിന് നിൽക്കാനുള്ള ഗ്യാപ്പുള്ളൂ. അതിൽ ഓട്ടോറിക്ഷ വന്നിട്ടാ. അപ്പൊ ഈ ഓട്ടോറിക്ഷ ഇങ്ങനെ വന്നുമ്പോ ആ ഓട്ടോറിക്ഷ ശരിക്കും നേരെ ബാക്കിലേക്ക്, ഈ തിരുവല്ല നേരെ ബാക്കിലേക്ക് ഒരു വീട്ടിലേക്കുള്ള വഴിയാ. ഒരു കാറിന് ബസ്സിനും പോവാം, ബസ്സല്ല ഒരു കാറിന് ഓട്ടോയ്ക്ക് പോകാൻ പറ്റുന്ന വഴിയാ. ശരിക്കും എനിക്ക് പിന്നിലേക്ക് എടുത്ത് നമുക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞ് പോവാം. അപ്പൊ ഇയാൾ ട്രെയിനിങ് ആയിട്ട് ഒരു വീടിന്റെ സൈഡിലേക്ക് ഒതുക്കിട്ടു. പക്ഷെ നമുക്ക് ഈ കാർ തിരിഞ്ഞ് പോവണ്ടേ, അയാളിരുന്ന് എണ്ണി പറക്കുക. മനുഷ്യനാ, ഒരു അത്യാവശ്യം പക്വതയുള്ള മനുഷ്യൻ, ചെറിയ ചെക്കനോ കുടിച്ചിട്ട് വന്ന ആളല്ലോ ഇരുന്ന് ഞാനെന്നെ നിങ്ങളിത് എന്തൊക്കെ കേട്ടിക്കണ് നല്ലതാണ് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു. എനിക്കൊരു പെണ്ണായി എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഷേബി ആ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. 2 ആള് സൈഡിൽ അയാളെ ഇരുന്ന് എണ്ണി പറക്കുന്നുണ്ട്. പക്ഷെ ഇനി 2 ആൾ അമ്മാച്ചിയുടെ പരിപാടി എന്തിനും മിണ്ടാണ്. അവർ പറഞ്ഞു അത് അതിൻ്റെ ഷേബിന് അമ്മ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കുക എന്നെ നിർത്തണം. അവരെ കയ്യിൽ എന്താണെന്ന് അറിയില്ല. കാത്തു അങ്ങോട്ട് പറഞ്ഞ് അയാള് വന്നു അല്ലെങ്കിൽ നമ്മള് ഇറങ്ങി ചെന്നു അങ്ങോട്ട് ചിലപ്പോ പറഞ്ഞു വന്ന അടിമ അവസാനിക്കണം.
അത് അപ്പൊ അത് നമ്മള് ക്ഷമ പഠിച്ചത്. എന്താ വെച്ചാൽ നമ്മള് മാത്രാണെങ്കിൽ അതൊന്നും വിഷയമില്ല. ഇതിപ്പോ നമുക്ക് ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഇതൊക്കെ ആവുമ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും അതാണ് എനിക്ക് ധൈര്യം ഇല്ലാണ്ട് അയാളൊന്നും അറിയാണ്ടല്ല പറഞ്ഞത്. സിനിമ കണ്ടിട്ട് അങ്ങനെ ആവില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പൊ പണി കണ്ടു, പണി കണ്ടിട്ട് അപ്പൊ അതല്ല നിങ്ങൾക്ക് ആക്കിക്കൂടെ? അപ്പൊ അതല്ല നിങ്ങൾ ഒതുങ്ങണം. അതാണ് നമ്മൾ സിനിമ കണ്ടോണ്ട് കാരണം അങ്ങനെ ആണെന്നില്ല. നമ്മൾ ഒതുങ്ങണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒതുങ്ങി മാറി നടക്കാവുന്ന കേസുകളുള്ളൂ. അത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ടെൻഷനാണ്. കുഞ്ഞ് 2 മക്കളുള്ളായിരുന്നു. വൈകിട്ട് ഇപ്പം പൊന്നിൻ്റെ കഴിഞ്ഞു, കുഞ്ഞിൻ്റെ കൂടി കഴിഞ്ഞ് ഞങ്ങൾ സമാധാനത്തിൽ അതല്ല ഇപ്പൊ ടെൻഷൻ. അവരെ വളർത്തി ഉണ്ടാക്കിക്കൊണ്ടൊരു ടെൻഷനാണ്. അവരൊരിക്കലും ഭാരവും കാര്യങ്ങളും ഇല്ല. അവര് ഞങ്ങളുടെ ജീവനാണ്. നമുക്ക് സമാധാനക്കുറവുണ്ട്. അതെന്താ എനിക്കറിയാം. അവനെ കൊടുക്കൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ ടൗൺ ഏഷ്യ ചേർത്തൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിട്ട് നമ്മളെ കണ്ണെത്താത്തോടത്ത് പോയി നിൽക്കുമ്പോൾ പിടിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ. ഇവിടെ അടുത്താകുമ്പോ നമുക്ക് പോയി അന്വേഷിച്ച് അവര് നമ്മളെ കൊണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെയുള്ളൊക്കെ സമയത്ത് എത്ര വർഷം നമ്മൾ 7 ക്ലാസ് വരെ അത് വരെ. അപ്പൊ പഠിക്കുന്ന മക്കൾ എവിടെയാലും പഠിക്കുന്ന ഒരു ഇതിലാണ് ഞങ്ങൾ ഇവിടെ ചേർത്തത് തന്നെ. പക്ഷെ ടെൻഷൻ ഭയങ്കരമായിട്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേർ സിഗരറ്റ് വലിക്കലും ഓരോ കാര്യങ്ങളിലും പോയി പെട്ടിട്ട് എനിക്ക് പേടിയാ. അപ്പൊ സത്യം പറഞ്ഞ പേടിയാ. മക്കളെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന പേടിയിൽ ആദ്യമാണ് ഇരിക്കുന്നത്. അപ്പൊ കുഞ്ഞിന്റെ പ്രശ്നം പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോ 2 ദിവസത്തിനുള്ളിൽ അതൊക്കെ തീരും. അത് ഇച്ചിരി വാശി, അവൾക്കും വാശി, എനിക്കും വാശി. ഞാൻ അമ്മയല്ലേ, അപ്പൊ എനിക്കൊരു വാശി, ആൾ മിണ്ടട്ടെ എന്നുള്ള വാശി. അങ്ങനെ. അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ വീട്ടിലെന്താ വെച്ചാൽ, ഇവിടെ എന്തുണ്ടെങ്കിലും എന്നോട് ആരും പിണങ്ങി കഴിഞ്ഞാൽ അതിനായിട്ട് പിന്നെ അവരോട് മിണ്ടില്ല. അത് അതിനായിട്ട് ഒരു ക്യാരക്ടറാണ്. എന്നോട് ആരെങ്കിലും പിണങ്ങി എന്നെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിനായിട്ട് അവരോട് കുറച്ച് നേരത്തേക്ക് ഒരു അകലിച്ച് ഫീൽ ചെയ്യുന്ന സ്വഭാവം അതിനായിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിനായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ വളർത്തി കൊടുക്കുന്നതും ഞാൻ അവർക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതിനായിട്ട് നല്ലോണം അറിയാം. അതിനായിട്ട് ഇപ്പം നാട്ടിലേക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോ തെറ്റില്ലാത്ത കാര്യങ്ങളാകുമ്പോ ഞാൻ ചെവി കൊള്ളാൻ നിൽക്കില്ല. ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കണ്ടാൽ ഞാൻ പിന്നെ ആ വഴി എനിക്ക് എൻ്റെ ഒരു സംശയത്തിന് ഞാൻ നല്ല വാശിക്കാരി കാര്യമാണെങ്കിലും മക്കളെ തെറ്റായ തീരുമാനങ്ങൾ ഇതില് വീഡിയോയില് പറഞ്ഞിട്ട് ആ വീട്ടിലെ അമ്മ ശരിയാവാത്തതുകൊണ്ടാണ് ആ വീട്ടിലെ അങ്ങനെ കലഹം ഉണ്ടായി അതെന്നൊക്കെ. ഈ വീട്ടിലത്തെ കലഹത്തിന്റെ കാര്യം സ്വയം നമ്മൾ ചിന്തിക്കണം. അമ്മ ചിന്തിച്ചോണ്ട് കാര്യമില്ല. ഏത് വീട്ടിലായാലും ഏത് മക്കളുടെ കാര്യങ്ങളായാലും അവര് പ്രവർത്തിക്കേണ്ട രീതിയിൽ കൂടെ പ്രവർത്തിച്ചു വെച്ചെങ്കിൽ തെറ്റുകൾ ഉണ്ടാവില്ല. അത്ര മാത്രം. അത് ഇനിയിപ്പം വലിച്ചു നീട്ടിട്ട് സെറ്റായിട്ട് വരുമ്പോ നിങ്ങൾ കുഞ്ഞനെ കാണിക്കാട്ടോ. കുഞ്ഞനെ കാണിക്കാന്ന് വെച്ചാൽ കുഞ്ഞൻ വീഡിയോയിലേക്ക് വരാത്തോണ്ടാണ്. അല്ലാണ്ട് ഇപ്പൊ ഈ വീട്ടിലുണ്ട് നിങ്ങളുടെ കൂടെ ഇപ്പൊ കുറച്ചൊരായിട്ട് പുറത്തേക്ക് വരാറില്ല. ചോദിച്ചു 100 പ്രാവശ്യം പോയിന്റ് ഇല്ല. ഇപ്പൊ നമുക്ക് പോകേണ്ടടുത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ കെട്ടിപ്പൂട്ടി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എനിക്കൊരു ഒരൊറ്റ ഭയങ്കരമായിട്ട് ഇതുള്ളത് ഭാര്യ എന്ന നിലയ്ക്കാലും മക്കൾ അമ്മ എന്നുള്ള നിലയ്ക്കും ഞാൻ അവർക്ക് ഒരു ദോഷമായ ഒരു കാര്യം അച്ഛനും മക്കൾക്കും ഞാൻ ചെയ്തിട്ടില്ല. അത്ര ഉറപ്പുള്ളടത്താണ്. എന്ത് കാര്യങ്ങളായാലും അവരെ കാര്യങ്ങൾ നമ്മൾ പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കാശില്ല, നമ്മുടെ കാശ് കുറവാണ്, നമ്മൾ കഴിച്ചില്ലെങ്കിലും അവരെ കഴിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. അതാണ് പല സന്ദർഭത്തിലടക്കം നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവര് കഴിച്ചോണ്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോഴും അതെ. നമ്മളിപ്പോ എൻഗേജ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മൾ അത് കല്യാണത്തിനായാലും നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ സഹകരിച്ച് ചെയ്യും. അത്ര അതാണ്. ഞങ്ങളോട് പറ്റിയിട്ടല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയതാലേക്ക് കല്യാണം ചിലപ്പോ ഓരോരുത്തരൊക്കെ ആഗ്രഹമാണ്. കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു ഇപ്പൊ ഈ വസ്തു നിങ്ങൾ വിൽക്കണം, നേരം അവർക്ക് കൊടുത്തുകൂടെ, കുഞ്ഞിന് കൊടുത്തുകൂടെ. നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കുഞ്ഞിന് കൊടുക്കുക, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഉള്ളതുകൊണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യമായാലും മണ്ഡപത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മള് ചെയ്യണ്ടേ. അപ്പൊ അത് നമ്മള് വസ്തു വിറ്റിട്ടാണ് ഇപ്പൊ അതിന് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല. എന്നാൽ അതല്ല അങ്ങനെ പറയണവരോട് പ്രത്യേകിച്ച് നല്ല സ്ഥലം
അവൾക്ക് എഴുതി കൊടുത്തൂടെ അങ്ങനെ ചോദിക്കണ പലരും. പക്ഷെ അവളുടെ ആഗ്രഹമാണ് അവളുടെ കാര്യം നല്ല ഭംഗി പറയുന്നത്. അവളുടെ ആഗ്രഹം അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളും. അവൾക്ക് എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെ നടത്തി കൊടുക്കാനാണ് ഞങ്ങളും. പറ്റണ പോലെ ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ ഞങ്ങൾ പറയാം. ഞങ്ങൾ എന്ത് കാര്യം ഇപ്പം കുഞ്ഞിന് വയ്യാണ്ടായിരിക്കുമ്പോഴും അവിടെ എല്ലാവരും പറഞ്ഞ ഒറ്റ വാക്ക് RCC കുഞ്ഞെടുക്കും. ഈ അവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ചികിത്സ കിട്ടും RCCയിൽ. ഞങ്ങൾക്ക് അതായത് അതിൻ്റെ ഗൾഫ് തന്നെ കാറ്റഗറി കൂട്ടിയിട്ടാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾ അപേക്ഷ വെച്ചാൽ മതി കാറ്റഗറി, അതായത് കാറ്റഗറി ആയിരുന്നു മറന്നതൊക്കെ. അപ്പോൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ നമുക്ക് കാശ് ചിലവില്ലാണ്ട് ചികിത്സ ചെയ്യണം. അപ്പം എൻ്റെ അനിയേട്ടാ അന്നും പറഞ്ഞു നമുക്ക് അന്നും അനിയേട്ടാ ഒന്നും ഉള്ളതിൻ്റെ അവസാനം വിറ്റിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് വിറ്റ് ചികിത്സിക്കണ അത് കഴിഞ്ഞ് നമുക്ക് പറ്റിയില്ലേ വില കാര്യം മാറ്റി. ഇത് അനിയേട്ടൻ എന്നോട് പറഞ്ഞ അന്നത്തെ ഒരു വാക്ക് കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും അവളെ ചികിത്സിക്കാണ്ട് അങ്ങനെ ഒരു അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. ഈ മനുഷ്യൻ സമ്പാദിക്കാണെന്നല്ല ഇയാൾ സമ്പാദിച്ചത് പറഞ്ഞ് സമ്പാദിക്കണമെങ്കിൽ ഇതുപോലത്തെ 3-4-5 വലിയ വീടും പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കാലക്കേടോ ഞങ്ങളുടെ ഭാഗ്യക്കുറവോ എന്നോടോ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഭാഗ്യമുള്ളവരാണ് ഞങ്ങൾ ഭാഗ്യമുള്ള അച്ഛനമ്മ. എന്താ വെച്ചാൽ ഞങ്ങൾ കിടക്കുമ്പോഴാണ് ഒത്തിരി ആൾക്കാരുടെ ചികിത്സയിൽ കാരണം ഉണ്ടായിരുന്നു. കാശ് ചെലവാക്കിയിട്ട് അവർക്ക് തിരിച്ച് മക്കളെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ലേ അല്ലേ? അതെ, അത് നമ്മൾക്ക് ദൈവം തുണയതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. സൗകര്യം വെച്ചാൽ വന്നിട്ട് കുറച്ചാൾ കയ്യിൽ കാശും കൊണ്ട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വർണ്ണം എടുത്ത് വിറ്റിട്ടായാലും കാര്യങ്ങളായാലും അവളെ ചികിത്സയിലും കാരണം ഭംഗി. അപ്പം അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ രണ്ടാളും ഞാൻ എന്താണെന്ന് അറിയണോടത്തോളം കാലത്ത് ഞങ്ങൾ മക്കൾക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യത്തിന് ഈ നിമിഷം വരെ നിന്നിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ചെറിയ പിണക്ക അത് വാശിയുടെ പോലെ, അല്ലാണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ പോലെ അമ്മ എന്താ മിണ്ടാത്ത കാരണം അവൾക്ക് അമ്മോട് മിണ്ടാലോ അല്ലേ? അമ്മയും വയസ്സെടുത്തല്ലേ മിണ്ടി വന്നു കഴിഞ്ഞാൽ തല്ലോട്ടത് 2 പ്രാവശ്യം മിണ്ടാൻ പോയി. 2 പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം മിണ്ടാൻ പോയി? അത് മിണ്ടാൻ പോകുമ്പോ തല്ലൂട്ടത്തിലേക്ക് അവസാനിക്കും. മിണ്ടാൻ പോകുമ്പോ ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് അത് തല്ലോട്ടത്തിൽ അവസാനിക്കും. അപ്പൊ ഞാൻ മിണ്ടാണ്ട് നടന്നോ നല്ലത് തന്നെയായിട്ട് വന്നതിനോട്. അല്ല അത് ഈ പറഞ്ഞ മാതിരി നമുക്കൊരു വഴക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് തലൊന്നും കുളിപ്പിച്ചില്ല. മൂക്കിനാൾ കഴിയിട്ടെന്ന് സെറ്റാക്കി ജലദോഷമുണ്ട്. അങ്ങനെ നമുക്ക് പുട്ടുകടല ഉണ്ടാക്കാൻ പോയല്ലോ. അപ്പൊ ഇത് ആൾക്കാരെ കമന്റുകളൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുക്കാണ്ട് എന്താണോ അവര് ചോദിക്കുന്നു വേറെ വല്ല പ്രശ്നങ്ങളാവും. അങ്ങനെ രാവിലത്തെ കുറച്ച് കത്തിവയ്പ്പ് കാരണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ കാത്തുമോടെ ഓടിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും പപ്പടം. എനിക്ക് ഗോതമ്പ് പുട്ടും കടലക്കറിയും, ഇവർക്ക് എല്ലാവർക്കും അരിപ്പുട്ടുണ്ട്, പപ്പടം കഴിച്ചിട്ടുണ്ട്, കടലക്കറിയുണ്ട്, ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേത് ഒരു വായ അരിപ്പുട്ട് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താ കാര്യം നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിയലായിട്ടുള്ള ലൈഫാട്ടോ, അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ചക്ക പഴുത്തിട്ടൊന്നും തട്ടി നോക്കിയപ്പോൾ ഉപ്പേരിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ചക്ക ചെറുതായിട്ട് അങ്ങോട്ട് പഴുത്തിരിക്കണു. അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ചക്ക കിട്ടി. എപ്പോൾ വൈകുന്നേരം ചക്ക കേട്ടോ. അപ്പോൾ പൊന്നു ഷെബി ഇന്നലെ മിഞ്ഞാനെ മേടിച്ചു വന്നല്ലേ. ഇന്ന് വന്നിട്ട് ഉപ്പേരിയൊക്കെ വെക്കാന്ന് വെച്ചതാണ്. അപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ട് ഉപ്പേരിയൊക്കെ നമ്മൾ പഴുത്തിട്ടാണ്. അയ്യോ നല്ല ചക്ക പഴുത്തു. പിന്നെ എനിക്ക് എന്തോ സമാധാനം വെച്ചാൽ നമ്മൾ സ്ഥിരം ഫ്രൂട്ട്സ് അടിക്കുന്ന കടയുണ്ട് കേട്ടോ. നമ്മുടെ പട്ടാമ്പി റോട്ടിൽ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് കടയുടെ ഷെഡ് കെട്ടിയ പോലെ ആയിട്ട്. അവിടുത്തെ ആ കുട്ടീനെ ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കണം. എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങൾക്ക് പൊട്ടങ്ങനെ ഞാൻ അങ്ങനെ ഫ്രൂട്ട്സ് അല്ല നമുക്ക് അറിയില്ലല്ലോ. പൊട്ടെങ്ങനെയാണ് പോയി പറഞ്ഞാൽ ചേച്ചി അറിയില്ല ചേച്ചി അങ്ങനെ ഒരു ഇതുള്ള ഒരാളാണ്. പൊട്ടാണ് പറഞ്ഞ വീട്ടിൽ ചേച്ചാ സാധനം മേടിക്കേണ്ടത്. ചക്ക പല പ്രാവശ്യം കണ്ടപ്പോൾ വേണ്ട ചേച്ചി അത്ര നല്ലാക്കിയല്ല വേണ്ടാണ്. അപ്പൊ അവിടുന്ന് മേടിക്കാന്ന് വെച്ചപ്പോ സമാധാനമായിട്ട് പൊട്ട ആയിരിക്കില്ല, നല്ല ചക്ക ആയിരിക്കുന്നു. നല്ല രസമുള്ള ചക്ക ഒരു ദിവസം കറി സൂപ്പറാണ്. ചക്ക ചെയ്തോക്കണല്ലോ വാങ്ങി വെക്കണം. വീട്ടിലുണ്ടാവിടെ നേരെ പൊളിപ്പ് മാതിരി പഠിക്കാത്ത ഏറ്റവും ഇഷ്ടം കേട്ടോ. ഒരുപാട് തന്നെ പഠിച്ചിങ്ങനെ ഇഷ്ടം ഭയങ്കര
ഇത്ര പിള്ളപ്പിള്ള നിൽക്കില്ല, അതൊക്കെ ഇഷ്ടമല്ല. ഒരു നാളെ കൊടുത്തു ആയിരത്താ അച്ഛൻ വയ്ക്കാനാ എൻ്റെ അച്ഛന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യം കേട്ടോ, ചക്കി നാളികേരം കൊത്തു കൂടി കഴിക്കാം. അതിന്റെ രണ്ടുണ്ട് ഗുണം, ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റോടൊക്കെ കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ ചക്ക കഴിക്കുന്ന ചിലർക്ക് വയറിന് പിടിക്കില്ലല്ലോ, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് മേടിച്ചു കൊടുത്താണ്. അയ്യോ എന്റെ കുട്ടി കൊടുത്തില്ലേ കൊടുത്തതാ ആദ്യത്തെ ഇട്ടേന്ന് അമ്മയ്ക്ക് ആദ്യം ബിസിനെ കൊടുക്കണോ കൊടുക്കാം. കാത്തിനും കൊടുത്തു, കുളിക്കാൻ അന്നേരത്ത് കണ്ടില്ല. എന്റെ അടുത്ത് തന്നെ രണ്ടിനും കൊടുത്തതാ. ഓ ഇതാണ് ചക്ക. ഇത് ഡയറ്റിങ്ങിന്റെ കാര്യത്തിൽ ഇത് ഞാൻ എന്തായാലും കുഴപ്പമില്ല, നല്ലാനും പൊട്ടാനും കുഴപ്പമില്ല. ഇപ്പൊ ഡയറ്റിങ്ങിൽ ഇത് കഴിക്കാൻ പാടില്ല അറിയില്ല. മധുരമില്ല, നേരെ പൊളിക്കും. എനിക്ക് കൊട്ടയൊക്കെ സംശയം തോന്നിട്ടാ. അമ്മക്ക് അല്ല വെറുപ്പില്ല. ആ ഞാൻ അങ്ങനെ ഇന്നലെ തിന്നുന്നുള്ള കുറച്ചൊക്കെ ഉണ്ടല്ലോ. സോറി ചക്കിട്ട് ആർത്തില്ല, അല്ലെങ്കിൽ എന്താ എന്നെ കൊടുത്ത് കഴിക്കണ ആളാ. സോറി ഇഷ്ടല്ലേ സാധനം. അങ്ങനെ കുണുക്കനും കുണിക്കും പൊന്നും ഞാനും അന്വേഷണം എല്ലാവരും കൂടി നിന്നിട്ട് ചക്ക ഭയങ്കര തീറ്റട്ടോ. നേരെ ഒരു പുളിപ്പുള്ളൂ കേട്ടോ, മധുരം തന്നെ പഴുത്തു എന്ന് പറയട്ടെ. പക്ഷെ നേരെ ഒരു പുളിപ്പുള്ളൂ. ചക്ക കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല തോന്നോ, ആ ആർത്തി തോന്നുന്നു ഈ ഇരട്ടടിക്ക് തീർത്തത് തന്നെ കേട്ടോ. നമുക്ക് എന്തോ ചക്കയ്ക്ക് വർക്കത്തുണ്ടായില്ല, ചക്ക കിട്ടിയില്ല. മേടിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയത് പകുതി കേടായി പോയി. അതെ, എവിടുന്ന് ഒരു ചക്ക നമുക്ക് കൊടുന്നൂലേ. അതെ, അപ്പം അത് തിന്നാൻ യോഗം ഉണ്ടായില്ല. നമ്മളിവിടെ എന്തോ ആശുപത്രി പോക്ക് എന്തൊക്കെ ആയിട്ടത് അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഉച്ചൂണിനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഷെബിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ മീനും കുറച്ച് ചിക്കൻ ഞങ്ങൾക്ക് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ അയില 3-4-5 ഉണ്ടായിരുന്നു, അതൊക്കെ മസാല പറ്റി വെച്ചു. നമ്മൾ നാളെ ചാവക്കാട് പോയിട്ട് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. മീനും കുറേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് ആരും കഴിക്കില്ല. അപ്പം മീൻ പെട്ടെന്ന് തീർക്കാമെന്നുള്ള പരിപാടിയിൽ മീൻ എടുത്തിട്ട് മസാല പറ്റി വെച്ചു. പിന്നെ ചിക്കൻ കറിക്കുള്ള ഉരുളിയാണ് കേട്ടോ അടുപ്പത്ത്. ഇതും ചിക്കൻ കറിക്കുള്ള നാളികേരം വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നാളികേരം, ഒരു തുണ്ട് പട്ട, 2-3 ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, തരി പെരിഞ്ചീരകം, ഒരു 4-5 വറ്റൽമുളക്, ഒരു മുറി നാളികേരം, ഇതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വറുക്കട്ടോ, നന്നായി വറക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഉരുളിയിൽ ഒരു 3 വലിയ സബോള വണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് സബോള അരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വണങ്ങിക്കിട്ടാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറിക്ക് അപ്പുറത്തും 2 അടുപ്പത്തും കൂടെ ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഒരുമിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്തായാലും മെനക്കെട്ട് അവിടെ നിൽക്കാമല്ലോ. അപ്പോൾ രണ്ടും കൂടി ഒറ്റയടിക്ക് നമുക്ക് സബോള വണക്കലും നാളികേരം വറുത്ത് പോലൊക്കെ ഒരുമിച്ച് കഴിയട്ടെ. പക്ഷെ നാളികേരത്തിൽ നമ്മളിനി വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. പട്ട കുറച്ചിട്ട, പട്ട ഇങ്ങനെ ആകുമ്പോൾ ഏലക്കായ മാത്രം 2 ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇട്ടില്ല. അങ്ങനെ പട്ടയുടെ ഒക്കെ ഒരുപാട് കുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നല്ല ചുവപ്പനെ വറുത്തിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സബോള കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചൂടാറാൻ വെച്ചിട്ട് കുറച്ച് ഒരു മിക്സിയിൽ ഇട്ടേക്കട്ടെ. എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ് മിക്സിയിൽ അവിടെ വെച്ചു. എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ടത്. ഇഞ്ചി ഒരു തുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി ഇട്ട
ഇവിടെ കാർത്തുമ്മയാണ് കേട്ടോ. അവിടെ ഉള്ളിൻ്റെ ഡബ്ബിനോടത്ത് കാർത്തുമ്മയുണ്ട്, അവളുടെ ഉള്ളിയാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്ക് മസാല സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ മസാല വറുത്ത് വെച്ചിട്ടില്ല, അതൊന്ന് ചൂടാറണം അരച്ചെടുക്കാൻ. അങ്ങനെ പൊന്നും മീൻ കറിക്കുള്ള ചുവന്നുള്ളിയൊക്കെ ചതക്കിണ്ട്. അതിനായിട്ട് ഇവിടെ എനിക്കുള്ള കുക്കുംബറും സലാഡിനുള്ളത് അരിയുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 നാളും കൂടിയിട്ടുള്ള പണിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ചൂര മീനുകൊണ്ട് എന്താ പീര ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുള്ളി അരിയാണ് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പൊന്നിനോട് ഞാൻ ഒരു ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി ചതച്ചേരാൻ വേണം. അപ്പോൾ അതാണ് പൊന്നി ചതക്കുന്നത്. 2 വേണം, മീൻ കറിയിലേക്ക് വേണം, മീൻ പീര വയ്ക്കുന്നതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ അതേ മീൻ പീര വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അത് കുറച്ച് അരിഞ്ഞിട്ടു. പിന്നെ നമ്മൾ ചതച്ചത് മുഴുവൻ ഇട്ടു, ഓർമ്മയില്ലാണ്ട്. പിന്നെ ഞാൻ കുറച്ചേന്ന് പറക്കി ഇപ്പുറത്തേക്ക് വെച്ചു. മീൻ കറിക്ക് വേണേ പിന്നെ ഒരു നല്ല എരിവുള്ള 3-4 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി കുറച്ച് കുറവുള്ളത്, പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ മതി തേച്ചു വിട്ടാൽ. അങ്ങനെ പിന്നെ കുറച്ച് നാളികേരം ഇട്ടു, നന്നായി തിരുമ്പി വയ്ക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, ഒരു 2 പീസ് കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി തിരുമ്പി വെച്ചേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ നമുക്കത് അടുപ്പത്തേക്ക് കയറ്റണം. അപ്പോൾ നമ്മുടെ മീൻ പീരയ്ക്ക് അത് റെഡി ആയിരുന്നു കേട്ടോ. ചിക്കൻ തോന്നുന്നു മറ്റുള്ള മീൻ പീര വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതാണെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ ടെൻഷൻ വേണ്ട, മുള്ളുണ്ടാവുന്നില്ല, ടെൻഷൻ വേണ്ട, നല്ല മാംസമുള്ള. അതിൽ കുട്ടികൾക്കൊക്കെ ചോറിന് വേറെ കറിയൊന്നും അറിയട്ടെ, ഇത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മളിത് അതും കഴിഞ്ഞു. അതിന് അടുത്ത പരിപാടി മീൻ കറി വെക്കണം. ഇവിടെ ഊളിയാണ്, ഭയങ്കര ഊളി കാർത്തുമ്മയുടെ വക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. ഞാൻ 2 കിലോ ചിക്കനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു. പിന്നെ എനിക്ക് തോന്നി കുറച്ച് എരിവ് കുറയുക വെച്ച് കുറച്ചുകൂടി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ മുളക് പൊടി 2.5 ടീസ്പൂണും മല്ലിപ്പൊടി 2 ടീസ്പൂണും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ അതിൻ്റെ കുത്ത് പോകണ വരയ്ക്ക് നന്നായി വണക്കി കൊടുക്കണം കേട്ടോ. കണ്ട അധികം എണ്ണ ഒന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അധികം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല. അത് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇല്ല, ആദ്യം നമ്മൾ ഇട്ടോളൂ ചിക്കനാണ്. സോറി, ഞാൻ തക്കാളി അപ്പുറത്ത് തന്നപ്പോൾ അതൊന്നും ഓർമ്മയില്ല. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. സത്യം മൂടി വെച്ചാൽ കുറച്ച് വെള്ളം, അത് ചിക്കനിൽ ഓൾറെഡി വെള്ളം വരും. എന്നാലും നമുക്ക് നാളെ പത്തിരി ഉണ്ടാക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ കുറച്ച് ഗ്രേവി ഉടക്കനെ വെക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മസാല പിടിക്കണമായിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിത് ആ തക്കാളി ഒരു 2 വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചെറിയ കപ്പ് ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ചെയ്യാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അത് നന്നായി മൂടി വെച്ചിട്ട് വേവട്ടെ കേട്ടോ. ആ വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല നന്നായി അടിച്ചിട്ട് വരാം. അത് ചൂടാറിയിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ മീൻ പീര അടുപ്പത്തേക്ക് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതേ അടുപ്പ് കത്തിച്ചിട്ടുണ്ടോയെന്ന് ഓർമ്മയിലായിരുന്നു കേട്ടോ. ഇല്ല, അപ്പോൾ അടുത്ത് നോക്കിയപ്പോൾ കത്തിച്ചിട്ടില്ല. അപ്പോൾ അത് കത്തിച്ചു. അപ്പോഴേക്കും നമ്മൾ അതിനായിട്ട് സലാഡ് ഉണ്ടാക്കിയാൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊടുത്താട്ടാ. ഞാൻ പറയ്ക്ക് വേണ്ട കഴിക്കാനെന്ന് വെച്ചാൽ വെള്ളം കൂടി കുറവാണ്, ബ്ലഡ് കുറവാണ്, ഇതൊക്കെ കുറവാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കണില്ലാണ്ട് ചീത്ത കേട്ടോ. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര തൊണ്ടവേദനയും ഇപ്പോൾ മൂക്കടുപ്പും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക മതിയെന്ന് പറഞ്ഞു കേട്ടോ. ബാക്കി അതിനോട് പാത്രത്തിൽ മൂടി വെച്ചു. അങ്ങനെ നേരമുണ്ട് നമ്മളിനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ മീൻ കറി ഉണ്ടാക്കണം കേട്ടോ. മാങ്ങ ഇട്ടിട്ട് നാളികേരം അരച്ചിട്ടുള്ള മീൻ കറി കേട്ടോ. ഒരു 2 മാങ്ങ ഇട്ടു. പിന്നെ ഇഞ്ചി ചുവന്നുള്ളി ചതച്ചതിട്ടു. പിന്നെ പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതൊക്കെ നമ്മുടെ ഈ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മാങ്ങയുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി അരിഞ്ഞിടാം കേട്ടോ. അത് നന്നായി നമുക്കൊന്ന് തിരുമ്പി കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി ഞാൻ ഇടാൻ മറന്നു തോന്നുന്നു. അതിൻ്റെ അടുത്തോടൊന്ന് എരിവ് ഒഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടാനേട്ടാ അതിനേട്ടാ മീൻ കറിയിൽ ഞാനല്ല ഇട്ടത്. എനിക്ക് തോന്നി ഞാൻ ഇട്ടത്. എനിക്കൊരു ഫോൺ വന്നു, സത്യം അതാണ് ഉണ്ടായത്.
അങ്ങനെ ഞാൻ അതേ നീ ഓരോന്നോരോന്ന് പറക്കി ഇട്ടേക്കട്ടെ മസാലയ്ക്ക്. അപ്പോഴേക്കും എനിക്ക് ഫോൺ കോൾ വേറെ ആരെയല്ല, നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ ഓർഡറുകൾ വരണം കേട്ടോ, ആലപ്പുഴയിലൊരു ബ്രൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി വാട്സപ്പ് ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ. ആ കുട്ടിക്ക് 2-ാം തീയതിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കുട്ടിയോട് സംസാരിച്ച് ഡീൽ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആവട്ടെ. നന്നായി അരക്കണം കേട്ടോ. നമ്മൾ പണ്ട് അമ്മമാർ പറയും ചാന്ത് പോലെ അരയണത്, അതുപോലെ ചാന്ത് പോലെ അരയ്ക്കണം. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ആ മിക്സിയിൽ ജാറ് ഒന്നുകൂടി കയറ്റി അരിച്ചാൽ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി അത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി അതിൽ നിന്ന് തിളച്ച് സെറ്റാവട്ടെ കേട്ടോ. ആ നേരോടെ നമ്മുടെ മീൻ പീരൊക്കെ സെറ്റായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി ഉടച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ ചൂര മീനാണ്, അപ്പോൾ മുള്ളില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റിന് കിട്ടക്കണ്ട. കുടംപുളി എല്ലാം കൂടി ഉടച്ച് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ പീര് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികൾ കഴിയുമ്പോൾ സത്യമാണ് മനസ്സിന് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ നാളെ പ്രത്യേകിച്ച് ഞാൻ കറികൾ ഉണ്ടാക്കില്ല കേട്ടോ. രാവിലേക്ക് ഒരു പത്തിരി ഉണ്ടാക്കി, ചിക്കൻ കറിയുണ്ട്, പിന്നെ മീൻ കറിയും. ഇതൊക്കെ എന്തായാലും ബാലൻസ് ഉണ്ടാവും. വേണമെങ്കിൽ ഒരു ഉപ്പേരി വെക്കേണ്ടി വരുള്ളൂ അല്ലേ ചേട്ടാ? പിന്നെ മുതിരപ്പേരി ഓരോ ദിവസം. ഇപ്പം നാളെ മുതിരപ്പേരി വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാളികേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാത് പോലെ അരച്ചു, അതും കൊടുന്ന് ഒഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി മീൻ വറക്കണം. ഇനി അടുത്ത പരിപാടി മീൻ വറക്കലാണ് കേട്ടോ. അങ്ങനെ മീൻ കറിക്കുള്ള വെള്ളം ഒന്നും കൂടി ലൂസാക്കാന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൂസാക്കി വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടി മീൻ കറി, നല്ല മാങ്ങിയിട്ട മീൻ കറി. അങ്ങനെ മീൻ പീര രണ്ടോട് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്ത് ടേസ്റ്റ് ചെയ്യാൻ വന്നാലും ആദ്യം 2 ഭാഗം ഒരു ഇളക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒന്ന് ഇളക്കി പിന്നെ കുറച്ച് എനിക്ക് വായിൽ വെച്ച് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഇല്ല ചേട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ടും. അടുത്തത് ഇനി നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയി. ഈ ചിക്കൻ കറിക്ക് നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യാന്ന് അറിയും? ലാസ്റ്റ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. അതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മൂപ്പിക്കും കേട്ടോ. 1/2 ടീസ്പൂൺ നുള്ളു മഞ്ഞൾപ്പൊടി വന്നിട്ട് തെറ്റി പറഞ്ഞത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. എങ്ങനെയുണ്ടാണ് നമ്മുടെ ചിക്കൻ കറി? വെറൈറ്റി കറിയാണ്. നമ്മളെല്ലാം ഇന്നൊരു പോലെ വെക്കണ്ടല്ലോ. നാളേക്ക് ഞാൻ എന്തുകൊണ്ടത് വെച്ചതെന്നറിയോ? പത്തിരി. നാളെ നമുക്ക് രാവിലേക്ക് ജാതിക്ക. ഞാൻ കറി മസാലയിൽ ജാതിക്ക എല്ലാവരും ഇടും. പക്ഷേ ജാതിക്കണം അങ്ങനെ ഇഷ്ടമല്ല. മല്ലിയല്ല, ഗരം മസാല പൊടി ഞാൻ ഡെപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അതിലിട്ടേക്ക് പൊടിച്ചതാ. ചൂടുണ്ടാക്കലേ നാശം ചൂടാ. ശരിക്കും കറി കൂട്ടി ചോറൊക്കെ ഉണ്ടോ? പപ്പടവും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ വിരുന്നുകാരും വരുമ്പോൾ നാടൻ കോഴി മേടിച്ചിട്ട് കുമ്പളങ്ങ ഇട്ടിങ്ങനെ വറുത്തരച്ച് വയ്ക്കും കേട്ടോ. ചിലപ്പോൾ കുമ്പളങ്ങ ഇടും, ചിലപ്പോൾ ഇടാറില്ല. ഇങ്ങനെ പത്തിരിക്ക് ഇങ്ങനെ വറുത്തരച്ച് ചിക്കൻ കറിയും ആ പത്തിരി കഴിക്കുമ്പോൾ ആഹാ, കുട്ടിക്കാലത്ത് ആ ഒരു ഓർമ്മ, നല്ലൊരു ഓർമ്മയായിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന കറികളിൽ. അപ്പോഴേക്കും നമ്മളത് ഇപ്പുറത്ത് ചീഞ്ചട്ടിയൊക്കെ ചൂടായപ്പോൾ അതിൽ 2 ഇട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എന്തായാലും അടുക്കളയിൽ കുറച്ച് നേരം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറേശ്ശായിട്ട് മീൻ വറുത്തെടുക്കണം കേട്ടോ. ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് എണ്ണ വറുത്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഗരം മസാല പൊടി ഈ ചിക്കനിലേക്ക് ഉള്ളത് ഞാൻ പൊടിച്ച് വെച്ചാട്ടോ. അപ്പോൾ സത്യം ഞാൻ കള്ളപ്പണിയാണ് ഗരം മസാല പൊടിച്ചേക്കുന്നത്. എൻ്റെ കള്ളപ്പണിയിലാണ്. ഞാൻ ചൂടാക്കിയ വറുക്കൊന്നുമില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല. ചൂടായി കഴിഞ്ഞാൽ വേറൊരു സ്മെല്ല് വരിക. ഇത് ഞാൻ നമ്മൾ മേടിച്ച ഉടൻ തന്നെ അങ്ങനെ മിക്സിയിലിട്ടു. പിന്നെ അതിൽ എക്സ്ട്രാ കുറച്ച് നല്ല ജീരകം, പെരുംജീരകം കുറച്ചും കൂടി കൂടുതലിടും കേട്ടോ. ജാതിക്കായ ഇടില്ല കേട്ടോ. ബാക്കി എല്ലാതും ഇട്ടിട്ട് നല്ല പൊടിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുവരാണ് ഇങ്ങോട്ട് ഇരുന്നോളും. പക്ഷേ അത് ചിക്കൻ കറിക്കായാലും കടല കറിക്കായാലും ബിരിയാണിക്കൊക്കെ ആയാലും നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ചൂടാക്കുമ്പോഴേ ഈ മസാലയ്ക്ക് വേറൊരു സ്മെല്ല് വരും, മസാലയുടെ വേറൊരു മണം വരും. പച്ചയ്ക്ക് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്മെല്ല് കിട്ടുക. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കങ്ങനെയാണ് ഇഷ്ടം. അപ്പോഴേ നമ്മുടെ നല്ല തിക്കുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഇട്ട് വെച്ച മീൻ കറി. അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ നിറം മഞ്ഞ നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ നമ്മൾ മീൻ കറി മഞ്ഞച്ചിട്ടിരിക്കും. കുടംപുളിയൊക്കെ ഇടുമ്പോൾ ഒന്ന് ഡാർക്ക് നാളികേരം അരച്ച് വെച്ചപ്പോൾ സെറ്റ്.
പിന്നെ ദേ വീണ്ടും ഞങ്ങൾ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചൊരു 4-5 ചോളം കൊണ്ട് ചക്ക ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ തീർക്കുകയാണ്. എരിശ്ശേരി വെക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ഉണ്ണിയോളെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി കുട്ടി ഗർഭിണിയായിട്ടാ. അപ്പോൾ ആ കുട്ടിക്ക് 4 ചോള ചക്ക അപൂർവ ഗർഭിണികൾക്കൊക്കെ അപ്പോൾ ആ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. ബാക്കിയുള്ളത് ഞാനും എല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ തീർത്തു തന്നെ കേട്ടോ. അങ്ങനെ ഇവിടെ ഡബ്ബി ഇടുമ്പോൾ ഇവിടെ ഓരോരുത്തരും വന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുണുക്ക് വരും, കുണിക്ക് വരും, കാർത്ത് വരും. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റാകണം. നേരത്തെ ഞാൻ ചേച്ചീനെ വിളിച്ചേട്ടാ. ചേച്ചി എന്താ വിശേഷം എന്നൊക്കെ വെച്ചിട്ട് ഇത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി തിരുവാതിര കളിക്ക് പോയിക്കണ്. തിരുവാതിര കളിയുടെ അവിടെ നിന്ന് ഫ്രണ്ട്സുകളൊക്കെ ഇട്ടിട്ടടുത്ത് അവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മീൻകറി വെക്കാണ്ടാണ് ഞാൻ മീൻകറിയൊക്കെ കാണിച്ചു കൊടുത്താട്ട്. ചേച്ചിയാണ് പണികൾ കഴിഞ്ഞ് വെച്ചു. പിന്നെ ഇല്ല മീൻകറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിത് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകാണ് ഇട്ടിട്ട് മീൻകറി കാച്ചാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ചുവപ്പ് നിറാകുമ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റായിട്ടാണ്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ശരി അതും ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ 2 നാളേക്ക് ഇനി വേറെ കറികളൊന്നും വെക്കണം. ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഇതൊക്കെ വെച്ച് തീരുമ്പോൾ. മുതിരപ്പേര് വേണം. ഓക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കുറച്ച് കഴിയണം കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാറി, അത് എന്ത് കറി വെച്ചാലും ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുണുക്കി ചിലപ്പോൾ അവർക്ക് മോര് ഒഴിച്ച കറി എന്തെങ്കിലും വേണ്ടി വരും. ചിലപ്പോൾ ചില നേരത്തെ ഒരു ചിക്കനും മീനൊന്നും കൂട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ കടുകും ഉലുവയും വറ്റമുളകൊക്കെ പൊട്ടിച്ചു. അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ടു, പച്ചമുളകും കറിവേപ്പില ഇട്ടു. പിന്നെ അതേ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മത്തങ്ങ ഉണ്ടായിരുന്നു അല്ലേ, മറന്നു കേട്ടോ. സൂപ്പറായിരുന്നു സത്യം. അങ്ങനെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ തൈര് നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിരിയും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു. നല്ല ജീരകത്തിൻ്റെ പൊടി, ഉലുവപ്പൊടി ഇത് 2 ചേർത്തു. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് തൈര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഞാൻ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിയും. ആ കറി കാണാൻ ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ രണ്ട് പോലെ എടുക്കും, വെള്ളമായി എടുക്കും. നമ്മൾ നല്ല കട്ടിയുള്ള മോര് കാച്ചിയതല്ലേ കേട്ടോ. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് ഒക്കെയാണ് കേട്ടോ. അത് ടേസ്റ്റാണ്. അതിലാണ് കേട്ടാ ഞാൻ കഴിച്ചിട്ടില്ല തോന്നി. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും അല്ല ഇന്നിപ്പോൾ എല്ലാം സൂപ്പറാണ്. എന്നാലും ഇപ്പം മോര് കറി അയില വറുത്തുകൊണ്ടെങ്കിൽ അതൊരു വേറെ സെറ്റായി. ചിക്കൻ കറി വറുത്തരച്ചതാണെങ്കിൽ അത് വേറെ സെറ്റായി. വേറെ കേര മാങ്ങിട്ട് വെച്ചതാണെങ്കിൽ അത് വേറെ സെറ്റായി. പീര വെച്ചതാണെങ്കിൽ അത് വേറെ സെറ്റായി. ചെമ്മീനച്ചാർ മാത്രം മതി ചോറ് തിന്നാൻ. അയ്യോ വയ്യ. സത്യം എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളാണ്. പക്ഷേ ഇത് നമ്മളിത് ഉണ്ടാക്കിയാലും നമുക്ക് 2 ദിവസത്തേക്കായിട്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഉള്ളപ്പോൾ അത് ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ ഇന്നും പണിയെടുത്ത് നാളെയും പണിയെടുക്കുമ്പോൾ എനിക്ക് വയ്യ, എനിക്ക് റെസ്റ്റില്ല. അപ്പം നാളെ ഇനി ഇത്ര പണികൾ ഉണ്ടാവില്ലല്ലോ എനിക്ക്. അപ്പം ഞാൻ ഒരു ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 രാവിലേക്ക് ഉണ്ടാക്കി ചിക്കൻ കറി, പിന്നെ ഉച്ചത്തേക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ പണി മുഴുവൻ ഇത് വേണമെന്നില്ല ശരിക്കും. എല്ലാ കറികളുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിന് വെച്ച് കൊടുക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ അനുവേണ്ടത് 2 ചട്ടകം ചോറും അതിൽ കുറച്ച് മീൻ പേരിയും കുറച്ച് മീൻ ചാറും പിന്നെ കുറച്ച് ചോറ് മതിയായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടു. പിന്നെ സെപ്പറേറ്റ് പാത്രമൊന്നും എടുക്കാൻ നിന്നില്ല. കുറച്ച് മീൻ കറി ഒഴിച്ച് കൊടുത്തു. ഇതൊക്കെ ഉണ്ടല്ലോ ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത്, അപ്പം തന്നെ കഴിച്ചില്ല. ചൂടാറിയതിൻ്റെ ശേഷം കഴിച്ചത്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നു. എന്നാലും ഈ എരും പുളിയൊക്കെ പിടിച്ച് സെറ്റാവണം. അതിൻ്റെ ഒരു അയില വറുത്തതും നല്ല അയിലായിരുന്നല്ലേ. നാളെ ചാവക്കാട് നിന്ന് മേടിച്ചേട്ടാ. നല്ല അയില ചിലത് വലുതാ, ചിലത് ചെറുതായാലും കുഴപ്പമില്ല. പക്ഷേ അതിലെ കറി വെച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. കുണുക്കിന് അയിലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റുള്ള മീനേക്കാളും ഇഷ്ടം കുണുക്കിന് ഈ അയില കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിന് കുറച്ച് ചെമ്മീൻ അച്ചാർ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ചെമ്മീൻ അച്ചാർ കറക്റ്റ് എരും പുളിയൊക്കെ ഉപ്പ് പിടിച്ചില്ല, സെറ്റായിട്ടില്ലേ. ഞാൻ മീനച്ചാർ ഇഷ്ടമില്ലാണ്ട് മീനച്ചാർ ഇഷ്ടമാണ്, എന്നാലും ഇപ്പം എല്ലാം ഇഷ്ടമാണ്. എന്നാലും ആ ചെമ്മീൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി ഇട്ടുണ്ട്, ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുണ്ട്, അതങ്ങനെ കടിക്കും വെള്ളം. കുറച്ച് നാരങ്ങച്ചാർ ഇട്ട് കൊടുത്തിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നാരങ്ങച്ചാർ ഉണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് കൂടും. ഒന്ന് തൊട്ട് നോക്കാം. ഉണ്ടെങ്കിൽ അവനൊന്നും വിടാൻ പറ്റില്ല. ഇരുമ്പാമ്പുളിയച്ചാർ വേറെ ഒക്കെയുണ്ട്. സത്യം പറഞ്ഞതൊന്നും കഴിക്കാൻ ഭാഗ്യമില്ലാത്ത ആളാരെ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല.
പൊന്നു പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും അമ്മ ഗോതമ്പ് ഉപ്മാവാണ് പുട്ടാണോ കഴിച്ചു. എന്താ ചെയ്യുക, അമ്മയുടെ യോഗ അതല്ലേ, മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ധനുവേട്ടൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം എനിക്കൊരു രാവിലെ 3 കഷ്ണം ഗോതമ്പ് പുട്ടുണ്ടാക്കിയിട്ടാണ്. എൻ്റെ കുഞ്ഞൊരു കഷ്ണം രാവിലെ അയച്ചു, ഉച്ചയ്ക്കും പകുതിനെ കഴിച്ചോളൂ, രാത്രിക്ക് ആ പകുതി എടുത്ത് വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാണ്ടല്ലോ, ഇനി രാത്രിക്ക് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? നോക്കിണ്ടായിരുന്നില്ല? തലമാന്നല്ല വീട് വെറുതെ ശീലത് മോര് കറി വറുത്തരച്ച് ചിക്കൻ കറി കൂട്ടിയൊക്കെയാണ്. അതൊന്നും അതിങ്ങനെ പരട്ടിയിട്ട് പപ്പടം വേണ്ടായിരുന്നു അല്ലേ? വറുത്തരച്ചാൽ ഞാൻ വരാം. അമ്മയും പീരോ ചോറ് കൂട്ടി വെച്ചിട്ട് കുറച്ച് പ്ലെയിൻ ചോറുണ്ടല്ലോ ഞാൻ ഒരു പ്ലേറ്റില്. ഞാൻ വരട്ടെ കഴിക്കാൻ. അങ്ങനെ ഞാനും ആ ഗോതമ്പുട്ട് എടുത്തോണ്ട് കാണുമ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ പകുതി കഴിച്ചോട്ടെ, പകുതി അവിടെ കൊണ്ടുവച്ചു. എന്താ വെച്ചാൽ ഇനി വേറെ പാത്രം മുഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കയറുന്നില്ല സത്യം. ചിക്കൻ കറി കൂട്ടി നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ചിക്കൻ്റെ കഷ്ണം 2-3 കഴിച്ചു. അപ്പോൾ പിന്നെ ബാക്കി പുട്ട് ഞാൻ കഴിച്ചില്ല. എനിക്ക് തോന്നുന്നൊരു കഷ്ണത്തിൻ്റെ പകുതി തന്നെ കഴിച്ചല്ലോ, മുഴുവൻ കഴിച്ചില്ല. അങ്ങനെ ഞാനും എന്നോട് സിനിമ കാണുന്നുണ്ട് കേട്ടോ. സിനിമ ഫേസിലെ ഭാഗം, മുഖത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എന്നോട് നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നോട് കഴിച്ചു നോക്കിയാണ്ട് എന്നെ വായിച്ചു കൊടുത്ത കേട്ടോ. അപ്പോൾ വേറെ സിനിമ ഒന്നുമില്ല. ഇവിടെ എൻ്റെ പിള്ളേർക്ക് 24 മണിക്കൂർ പണി കാണില്ല. പണി കാണണോട് അവർ പണീനെ കാണുമ്പോൾ പിള്ളേർ കാണുമ്പോൾ അതിനോട് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇഷ്ടക്കുറവല്ല കേട്ടോ, അവരുടെ അഭിനയം അത്രയും നന്നായിട്ടുണ്ട്. ആ ക്യാരക്ടർ അവർ അത്രയും നന്നാക്കിയോണ്ടാണ് നമുക്ക് അവരോട് എത്രത്തോളം നമുക്ക് വെറുപ്പ് വരുന്നു, അത്രത്തോളം അവർ ക്യാരക്ടർ അടിപൊളിയാക്കിയിട്ടുണ്ട്. സ്വന്തം ഭാര്യനാണ് ചെയ്യുമ്പോഴുള്ള ഫീലിങ്സ്. ഇതാ ജോജുവിന്റെ വേറെ അതൊരു വേറെ ലെവലല്ല കേട്ടാ. നമ്മുടെ നാട്ടിലെ കുതിരാൻ്റെ അവരുടെ വരവ് അതൊക്കെ ഭയങ്കര ഹരായിട്ട് പിള്ളേർക്ക് എനിക്കൊക്കെ കാണാൻ. പക്ഷേ ഈ ഒരു വരവൊക്കെ ഉണ്ടല്ലോ, ആഹാ ജോജു ഫാൻസാണ് ഞങ്ങളെല്ലാവരും. അടിപൊളിയാണ്. അത് കൂടുതൽ ജോസഫ് അഭിപ്രായം കിട്ടണം കേട്ടോ ചിക്കൻ കറിയുടെ കാര്യത്തിൽ. ചിക്കൻ കറി മാത്രം ഒരു ഉള്ളുണ്ടോ എന്നാന്ന് കാണാനുണ്ട്. പന്ന നിന്റെ വീട്ടിലേക്ക് ഞാനൊരു കമന്റ് കണ്ടുപിടി. ആ റീൽസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ശരിക്കും കാണാമെന്ന്. ഇത് നല്ലതെന്ന് റീൽസ് വരെ ജീവിതം വേറെ. അത് മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ റിയൽ ആയിട്ട് തന്നെ കാണിക്കുന്നത്. ശരിക്കും അതിന് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ നേർക്കാവശം മാത്രമേ അനിയുടെ ഷേപ്പി ആയാലും അനിയാലും ഇപ്പൊ ഞാനൊക്കെ ആകുമ്പോ ഓൾറെഡി ഞാൻ ഉമ്മയ്ക്കുന്നതൊക്കെ ഇതൊക്കെ ഒറിജിനലാണ്. ഇതിലൊന്നും ഞങ്ങൾ മായം ചേർക്കണില്ല. ഇപ്പൊ ഒരു പാത്രത്തിന് ഫുള്ള് ഇപ്പൊ ഈ ഇതിന്റെ ഭംഗിക്ക് വേണ്ടി നമുക്ക് നല്ല ഭംഗിയുള്ള ചില്ലിന്റെ പ്ലേറ്റ് എടുക്കുക, അങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, കോപ്പ നല്ല അങ്ങനെ ഒന്നും ഞങ്ങള് റിയൽ എങ്ങനെയാണ് അതാണ് കാണിച്ചത്. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി സ്നേഹ ബന്ധത്തിലുണ്ടെങ്കിൽ മാത്രം നല്ല രീതിക്കുള്ള ബന്ധം പോകണം. എന്റെ അച്ഛന്റെ വയസ്സിലും ബെബിയുടെ വയസ്സിലും അവർ നോർമൽ ഞങ്ങളടുത്ത് കാണിക്കാൻ സ്നേഹം വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ വീഡിയോ എടുത്തോട്ടെ, ശല്യം ചെയ്യണ്ടല്ലോ വെച്ചിട്ട് അവരപ്പത്തോടെ മാറിക്കും. അല്ലെങ്കിൽ അത് എപ്പോഴും വന്ന് ഞങ്ങളെ കട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും ഉമ്മ കിടിച്ചോണ്ട് അച്ഛനായാലും മക്കളുണ്ട് അവര് കുട്ടിക്കാലത്ത് അവര് കണ്ടു വളർന്നത് അങ്ങനെ അച്ഛനും നമ്മുടെ ബന്ധം. ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കുമ്പോ എന്റെ ഭർത്താവും അതേപോലെ ആവുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങക്ക് കിട്ടിയ ഭർത്താക്കൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നല്ലവരെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാശുണ്ടായി, കുറച്ച് സ്വർണ്ണം ഉണ്ടായി, കുറച്ച് വെയിലുണ്ട്, ഭംഗി കുറവുണ്ടാവും. പക്ഷെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഈ വറുത്തരച്ച ചിക്കൻ കറി ഇഷ്ടമില്ലാതെ തന്നെ മോളിൽ വീണ്ടും ഗ്രേവി എടുത്ത് വയ്ക്കുന്നു കേട്ടാ. ഇങ്ങനെ വറുത്തരച്ച കഴിക്കാത്ത ആളാട്ടാ. എന്താ പറഞ്ഞാ കഴിച്ചിട്ടേതാ അപ്പൊ
അങ്ങനെ ഇത് എല്ലാവരും കാത്തിരുന്ന കുഞ്ഞിനെ വീഡിയോയിൽ കാണാമല്ലോ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടുണ്ട്, പിടിച്ചുവെച്ചിട്ടുണ്ട്. കുഞ്ഞ് കുറേശ്ശെ ഇങ്ങനെ അലിഞ്ഞ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം അലിയുണ്ടെന്ന് നോക്കട്ടല്ലോ കേട്ടാ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി ആയിട്ട്. ഇതിൽ അഭിനയമില്ല, ഒന്നുമില്ല, സത്യസന്ധമായിട്ടുള്ള ഒരു ലൈഫാണ്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.